ഇത് നിലവിലുള്ള എല്ലാ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറത്തുള്ള ഞങ്ങളുടെ കൃത്യമായ വിശകലനമാണ്. മുസ്ലിം ലീഗ് പരാജയപ്പെടും. മലപ്പുറം മണ്ഡലത്തിൽ 2 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടും എന്ന ഒരു നിഗമനത്തിൻ്റെ ഊറ്റത്തിലാണ് മുസ്ലിം ലീഗ്. 10,000-കണക്കിൽ വോട്ടുകൾ മുസ്ലിം ലീഗിന് മലപ്പുറം മണ്ഡലത്തിൽ ചോർന്നു പോയിട്ടുണ്ട്. പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന സമസ്ത വിഭാഗത്തോട്, അതിൻ്റെ നേതാക്കളോടും പ്രവർത്തകരോടും ധിക്കാരപരമായ അവഹേളനപരമായ സമീപനമാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നിരന്തരമായി അനുവർത്തിച്ചു പോകുന്നത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. പൊന്നാനി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് പരാജയപ്പെടും. മലപ്പുറം മണ്ഡലത്തിൽ 10,000-കണക്കിൽ വോട്ടുകൾ മുസ്ലിം ലീഗിന് ചോർന്നു പോയിട്ടുണ്ട്. മറ്റൊരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വലിയ അമർഷത്തിലായിരുന്നു. വയനാട് മണ്ഡലത്തിലും അതിന് അനുബന്ധമായി ആലപ്പുഴയിലും ഒടുവിൽ കോഴിക്കോട് കടപ്പുറത്തും മുസ്ലിം ലീഗിൻ്റെ കൊടിക്ക് കോൺഗ്രസ് കൽപ്പിച്ച നിരോധനം അത് മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ഒരു നടപടിയാണത്. അതിൻ്റെ പ്രത്യാഘാതം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കൊട്ടിക്കലാശ ദിവസം തന്നെ അത് പൊട്ടിപ്പുറപ്പെട്ടതാണ്. കൊട്ടിക്കലാശത്തിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ഹൃദയ ഭൂമികയാണ്. ആവേശപൂർവ്വം കോൺഗ്രസ്സുകാർ അവരുടെ ത്രിവർണ്ണ കൊടിയുമായിട്ട് വന്നപ്പോൾ വയനാട്ടിൽ പച്ചക്കൊടിക്ക് നിരോധനം ഏർപ്പെടുത്തിയതിൻ്റെ അമർഷം മുഴുവൻ മുസ്ലിം ലീഗ് പുറത്തെടുത്തു. കോൺഗ്രസ് കൊടികൾ അവിടെ അവരനുവദിച്ചില്ല. അതിനപ്പുറത്ത് ഈ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വികാരം ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കും. മുസ്ലിം ലീഗിന് ആരും കണക്ക് കൂട്ടുന്നതിൻ്റെ അപ്പുറത്ത് വമ്പിച്ച തിരിച്ചടി ലഭിക്കാൻ പോവുകയാണ്. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ പ്രാദേശികമായി ഒരുപാട് സന്ദേശങ്ങൾ, ശബ്ദ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇലക്ഷനിലെങ്ങാനും വോട്ട് ചോർന്നു പോയാൽ അന്നേരം സമസ്ത വിവരമറിയുമെന്നാണ് പ്രാദേശികമായി മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ വാട്സപ്പിലൂടെ ഈ മെസ്സേജുകൾ നൽകുന്നത്. ഇത് അപലപനീയമായൊരു സംഗതിയാണ്. തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും സ്വാഭാവികമാണ്. വോട്ട് ചോർച്ചകളുണ്ടാകും. വോട്ട് ചോർച്ചകൾക്ക് ഉത്തരവാദികളായ നേതാക്കളെ തിരുത്താനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കേണ്ടത്. ഒരു പത്രം പരസ്യമായി കത്തിക്കപ്പെടുക പോലും ഉണ്ടായി. അത്തരത്തിലുള്ള സംഭവങ്ങൾ വാസ്തവത്തിൽ കേരളീയ പൊതുസമൂഹം തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അത്തരം നിലപാടുകൾ സ്വീകരിച്ചവരെ തിരുത്താൻ ബാധ്യസ്ഥമാണ് മുസ്ലിം ലീഗ്. സമസ്തയ്ക്ക് നേരെ കുതിര കയറിയാൽ 1988-89 കാലഘട്ടത്തിൽ സമസ്തയിലെ AP വിഭാഗത്തെ മുസ്ലിം ലീഗ് പരസ്യമായി വേട്ടയാടുകയായിരുന്നു. അത് മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ഉണ്ടാക്കിയ കനത്ത തിരിച്ചടികൾ മുസ്ലിം ലീഗ് ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. സമസ്തയ്ക്ക് നേരെ വോട്ട് ചോർച്ചയുടെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് വല്ല കുതിര കയറ്റവും നടത്തിയാൽ അതിനകത്തുള്ള ക്രമസമാധാന പ്രശ്നങ്ങളെ സർക്കാർ അതിൻ്റെ ഗൗരവത്തോടു കൂടി കാണണം. മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി വലിയ വില അത്തരം നീക്കങ്ങൾക്ക് നൽകേണ്ടി വരും. ഇതാണ് നാഷണൽ ലീഗ് ഇന്ന് ഈ ഇലക്ഷൻ അവലോകനത്തിൽ നമ്മൾ വിലയിരുത്തിയൊരു സംഗതിയാണ്. പാർട്ടി ഈ വരുന്ന പല മണ്ഡലങ്ങളിലും പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഒരു വളരെ അപലപനീയമായ നീക്കമുണ്ടായി. തൃശ്ശൂർ അത് കയ്യോടെ പിടിക്കപ്പെട്ട സംഭവമുണ്ടായി. BJP മുസ്ലിം ലീഗ് കനത്ത തോൽവി വാങ്ങും. BJP 20 മണ്ഡലങ്ങളിലും BJPയും BJPയുടെ ഘടക കക്ഷിയും മത്സരിച്ചതാണ്. പക്ഷേ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ BJPക്ക്
ഈ തെരഞ്ഞെടുപ്പിലും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. BJP ചില മണ്ഡലങ്ങളിൽ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പരസ്യമായി തന്നെ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ BJPയുടെ ഇലക്ഷൻ ക്യാമ്പയിനോടുള്ള വോട്ടർമാരുടെ കൂടുതൽ വിയോജിപ്പുകൾക്ക് അവജ്ഞയ്ക്ക് കാരണമാവുകയുള്ളൂ. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറേ ഗൗരവപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഈ വരുന്ന ജൂണിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാനതല നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിൻ്റെ ചരമദിനമായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ 27. ഇലക്ഷൻ ആയതുകൊണ്ട് അനുസ്മരണ പരിപാടികൾ വ്യാപകമായി നടത്താൻ സാധിച്ചില്ല. തൃശ്ശൂർ മാത്രമാണ് സേട്ട് സാഹിബ് അനുസ്മരണ പരിപാടി നടന്നത്. അത് വൈകാതെ മറ്റു ജില്ലകളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. ആശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. ഇരുണ്ട ഹൃദയ പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. സമത്വ സുന്ദര രാഷ്ട്രം പണിയാനൊത്തൊരുമിച്ചണി ചേരുക നാം. കരുത്തരായിട്ടണി ചേരുക നാം. നാഷണൽ ലീഗിൽ അണിയണിയായി. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. ഊരിൽ മൂടിയ നാട്ടിൽ ഹരിത പതാക വാനിൽ പറക്കുന്നു. വിമോചനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങു മുഴങ്ങുന്നു. വർദ്ധിത ജനതക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. സേട്ടു സാഹിബിൻ കരങ്ങളാലിത് പടുത്തുയർത്തിയ പ്രസ്ഥാനം. ആദർശത്തിൻ ധീരതയോടിത് മുന്നോട്ടെന്നും മുന്നോട്ട്. സേട്ടു സാഹിബിൻ കരങ്ങൾ ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus
Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും. വിമോചനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങും മുഴങ്ങുന്നു. മർദ്ദിത ജനതയ്ക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. ഇരുണ്ട ഹൃദയ പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. സമത്വ സുന്ദര രാഷ്ട്രം പണിയാനൊത്തൊരുമിച്ചണി ചേരുക നാം. കരുത്തരായിട്ടണി ചേരുക നാം. നാഷണൽ ലീഗിൽ അണിയണിയായി. നാഷണൽ ലീഗ് സിന്ദാബാദ്, നാഷണൽ ലീഗ് സിന്ദാബാദ്, നാഷണൽ ലീഗ് സിന്ദാബാദ്. ഊരിൽ മൂടിയ നാട്ടിൽ ഹരിത പതാക വാനിൽ പറക്കുന്നു. വിമോചനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങു മുഴങ്ങുന്നു. മർദ്ദിത ജനതയ്ക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. സേട്ടു സാഹിബിൻ കരങ്ങളാലിത് പടുത്തുയർത്തിയ പ്രസ്ഥാനം. ആദർശത്തിൻ ധീരതയോടിത് മുന്നോട്ടെന്നും മുന്നോട്ട്. സാലവകാലം വാനിലെങ്ങും മുഴങ്ങുന്നു. മർദ്ദിത ജനതയ്ക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു.
അണിചേരുക നാം, കരുത്തരായിട്ടണിചേരുക നാം നാഷണൽ ലീഗിൽ അണിയണിയായി. നാഷണൽ ലീഗ് സിന്ദാബാദ്, നാഷണൽ ലീഗ് സിന്ദാബാദ്, നാഷണൽ ലീഗ് സിന്ദാബാദ്. ഊരിൽ മൂടിയ നാട്ടിൽ ഹരിത പതാക വാനിൽ പറക്കുന്നു, വിമോചനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങു മുഴങ്ങുന്നു. വർദ്ധിത ജനതക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു, അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. സേട്ടു സാഹിബിൻ കരങ്ങളാലിത് പടുത്തുയർത്തിയ പ്രസ്ഥാനം, ആദർശത്തിൻ ധീരതയോടിത് മുന്നോട്ടെന്നും മുന്നോട്ട്. സേട്ടു സാഹിബിൻ കരങ്ങൾ